ബജറ്റിൽ കേരളത്തിന് വലിയ രീതിയിലുള്ള അവഗണനയാണ് ഉണ്ടായതെന്ന സംസ്ഥാന സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും കടുത്ത വിമർശനങ്ങളെ ശക്തമായ ഭാഷയിൽ പ്രതിരോധിച്ചുകൊണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ കേരളത്തിന് ലഭിക്കുന്നില്ലെന്ന് പരാതി പറയുന്നവർക്ക് ആദ്യം ലഭിച്ച പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിന് ഒന്നും ലഭിക്കുന്നില്ല എന്ന പല്ലവി പാടുന്നതിന് മുൻപ് കേന്ദ്രം അനുവദിച്ച കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബജറ്റിനെ ചൊല്ലി രാഷ്ട്രീയമായ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതിന് പകരം വികസന കാര്യങ്ങളിൽ ആത്മാർത്ഥമായ സമീപനമാണ് വേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന എയിംസ് പോലുള്ള പദ്ധതികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മെല്ലെപ്പോക്കിനെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. എയിംസ് സ്ഥാപിക്കുന്നതിനായി കേന്ദ്രം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും അതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥ പദ്ധതി വൈകാൻ പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കേന്ദ്രത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വികസന മുരടിപ്പിന് പ്രധാന കാരണം ഇവിടെ ഭരണം നടത്തുന്നവരുടെ കാഴ്ചപ്പാടില്ലായ്മയാണെന്നും ശരിക്കും വികസനം നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പദ്ധതികൾക്ക് സംസ്ഥാനത്ത് വേരോട്ടം ലഭിക്കണമെങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ അനിവാര്യമാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒരേ ദിശയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുകയുള്ളൂ. ബജറ്റിൽ യുവാക്കൾക്കായി നിരവധി വിപ്ലവകരമായ പദ്ധതികളാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൈപുണ്യ വികസനത്തിനും ഊന്നൽ നൽകുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ യുവതലമുറയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കേവലം മുദ്രാവാക്യങ്ങൾ കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ശൈലിയല്ല മോദി സർക്കാരിൻ്റെതെന്നും മറിച്ച് പ്രായോഗികമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കാണിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വികസന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന വിമുഖതയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട സംവാദത്തിന് താൻ തയ്യാറാണെന്ന വെല്ലുവിളിയും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചു. കേരളത്തിൽ എന്തുകൊണ്ട് വികസനം മുരടിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചർച്ച ആവശ്യമാണ്. കേന്ദ്രം പ്രഖ്യാപിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പൊതുസമൂഹം അറിയണം. പുതിയ പ്രൊജക്ടുകൾ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അനുവദിച്ചവ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലെ കാലതാമസവും ചുവപ്പു നാടകങ്ങളും കാരണം പല കേന്ദ്ര പദ്ധതികളും കേരളത്തിന് നഷ്ടമാവുകയോ പാതി വഴിയിൽ നിഴലിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ബജറ്റ് സമയത്ത് മാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം വികസനത്തിനായുള്ള ക്രിയാത്മകമായ ചർച്ചകളാണ് ഉണ്ടാകേണ്ടത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറച്ചുവെക്കാനാണ് കേന്ദ്രത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ ഉൾപ്പെടുത്തിയ ധാതു ഇടനാഴി പോലുള്ള പദ്ധതികളെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. രാജ്യത്തിന്റെ ആധുനിക വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായാണ് സെമി കണ്ടക്ടർ മിഷനും ബയോഫാർമ ഹബ്ബുകളും വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത്തരം ആഗോളതരത്തിലുള്ള പദ്ധതികൾ കേരളത്തിന് പങ്കാളിത്തം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സംസ്ഥാനം തയ്യാറാകണം. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ വികസനത്തിന് ഒരിക്കലും തടസ്സമാകരുത്. യുവാക്കളുടെ ഭാവി മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് പ്രോത്സാഹനങ്ങളും വിദ്യാഭ്യാസ നയങ്ങളും കേരളത്തിലെ സർവകലാശാലകളിൽ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ അത് വലിയ മാറ്റം കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര പദ്ധതികളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതോടെ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.